അദ്ദേഹം എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അദ്ദേഹം ആരെയും വെറും കൈയോടെ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തെ സമീപിച്ചവർക്കൊക്കെ അറിയാം. വലിയൊരു മനസ്സിന്റെ ഉടമയായിരുന്ന അദ്ദേഹത്തിൽ നിന്നും എനിക്കുണ്ടായ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിലെ OSCC പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കൺവീനറായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, നമുക്കറിയാം. സാമൂഹിക കാര്യങ്ങളിൽ അദ്ദേഹം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുവാൻ അദ്ദേഹം വളരെയധികം മുന്നിൽ വന്നു നിന്നിരുന്നു, പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് എന്റെ അനുഭവത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോഴും ഉണ്ട്, കൊച്ചിൻ മാർക്സ് എന്ന പേരിൽ ഒരു കലാസംഘടന ആരംഭിച്ചപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തോട് സംസാരിക്കാൻ മടിയായിരുന്നു. അദ്ദേഹം ഇതിൽ ഇടപെടുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംസാരിക്കുകയോ ഇടപെടുവോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ വേറൊരാൾ മുഖേന ഞാൻ സംസാരിച്ചു. പിന്നെ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല സാജു, തീർച്ചയായിട്ടും ഞാൻ സഹകരിക്കാം. എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം, അതിൽ ഞാൻ എല്ലാവിധ പിന്തുണയും സഹായവും ചെയ്യുവാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായി എന്നോടൊപ്പം സഹകരിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, സാജു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കലാ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒന്നും ചെയ്യണ്ട, ആ ഒരു അഡ്മിൻ പദവിയിൽ ഇരുന്നാൽ മതി. അത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിപാടിയിൽ, ഈ ഒരു സംഘടനയിലേക്ക് വരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാൻ പറ്റും, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഹരിയേട്ടൻ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് പറയുവാൻ മാത്രം മതി എന്ന് ഹരിയേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അതല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം, തീർച്ചയായിട്ടും ഞാനും അതിൽ പങ്കാളിയാകും, ഞാനും സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ആൽബം, ഒരു ആൽബത്തിന്റെ ചിത്രീകരണം നടത്തുന്നുണ്ട്, ചേട്ടന് സഹകരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എത്ര അതിന്റെ ടോട്ടൽ എമൗണ്ട്, ഈ മക്കൾക്കറിയായിരിക്കും ഇവരാരാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തത്, അപ്പം എത്രയാണ് അതിന്റെ എമൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഒരു എമൗണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുഴുവൻ വിടണ്ട, ഞങ്ങൾ ബാക്കിയുള്ള ഇട്ടോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഴുവൻ ഞാൻ ഇട്ടോളാം, പക്ഷെ ഒരു കാര്യം, പ്രൊഡ്യൂസറിന് എന്റെ പേര് വെക്കണ്ടെന്നോ, സാജിന്റെ പേര് ഇട്ടോളാം. ഞാൻ പറഞ്ഞു, എന്റെ പേര് വേണ്ട, ഞങ്ങള് ഗ്രൂപ്പിന്റെ ഈ ഒരു കൊച്ചിൻ മാക്സൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് ഒരു നല്ല ആൽബം ഓണത്തിന് അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഒരുപക്ഷെ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കഥയാണത്. അങ്ങനെ കലാകാരികളും വളരെയധികം പിന്തുണ നൽകുന്ന നല്ലൊരു വ്യക്തിത്വമായിരുന്നു ഹരിയേട്ടൻ്റെത്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഓരോ മലയാളിയും ഹരിയേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയും അദ്ദേഹം വെറും കൈയോടെ വിട്ടിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, ശരി, അന്ന് ഇന്നത് ചെയ്തു തന്നത് ഹരിയേട്ടനാണ് എന്ന് പറയുന്ന അത് ഓരോ വ്യക്തിയും നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര വലിയ വിശാല ഹൃദയനായ നല്ല മനസ്സുള്ള അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.